ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹിലോഗ്സ്. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ ഓരോ കമൻറ്റ് വായിക്കുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടുത്തെ വാലി റിസോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അങ്ങനെ സ്കിൻ കെയറിൻ്റെയോ അതുപോലെ ഹെയർ കെയറിൻ്റെ വീഡിയോസൊന്നും ചെയ്യുന്നില്ല അല്ല. കാരണം വേറെ ഒന്നല്ല കേട്ടോ, നമ്മളിപ്പോൾ ഇങ്ങനത്തെ ട്രാവലിംഗ് വ്ളോഗ്സൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളത് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സ്കിൻ കെയറിൻ്റെ ഹെയർ കെയറിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ, നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. പിന്നെ പരമാവധി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. അപ്പോൾ ഈ ഒരു വാലി റിസോർട്ട് നമുക്കൊരു 3 മണിക്കൊക്കെയാണ് അവർ ഓപ്പൺ ആക്കുമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മളൊരു 2:30 ആകുമ്പോൾ ഇറങ്ങി. അപ്പോൾ ഒരു 3 മണിയാകുമ്പോൾ നമുക്കിവിടെ എത്തും കേട്ടോ. ഒരു അരമണിക്കൂറേ ഉള്ളൂ നമുക്ക് റൂമിൽ നിന്ന്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ സ്കിൻ കെയറിൻ്റെ ഹെയർ കെയറിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോൾ എന്താ പറയുക പുറത്തൊക്കെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്താണ് ഇഷ്ടം അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാം. അങ്ങനെ നമ്മളിതാ വാലി റിസോർട്ട് എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയൊക്കെ കണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റിസോർട്ട് നിൽക്കുന്ന ആ ഒരു ഏരിയയും ഭയങ്കര എന്താ പറയുക നല്ലൊരു വ്യൂ ആണ്. അങ്ങനെ നമ്മളിതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഉള്ളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് എന്താണെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ചേട്ടൻ പോയി ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. هذا واحد أنا سيارة അങ്ങനെ അവിടെ ചേട്ടൻ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടോ. കാരണം നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് അവർ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 20 റിയാൽ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളവിടെ 20 റിയാൽ കൊടുത്ത് നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അവർ നമുക്ക് ചെറിയൊരു ബാൻഡ് തരും. അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് കയ്യിൽ കെട്ടാൻ വേണ്ടിയിട്ട് വെറുതെ കേട്ടോ, ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. അപ്പോൾ അത് ചേട്ടൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ കെട്ടി തന്നു കേട്ടോ. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ലൂസ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെടുത്തിട്ട് ബാഗിൽ വെച്ചു. അങ്ങനെ നമ്മളിത് ആ കയ്യിൽ ആ ബാൻഡൊക്കെ കെട്ടി കേട്ടോ. അപ്പോൾ ഞാൻ നല്ല തണുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സ്വെറ്ററൊക്കെ ഇട്ടത്. പക്ഷേ അങ്ങനെ കാര്യമായിട്ട് തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് വണ്ടിയെ കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഞാൻ ഇറങ്ങിയിട്ട് നേരെ വണ്ടിയിൽ നമ്മൾ സ്വെറ്ററൊക്കെ കൊണ്ട് വെച്ചിട്ട് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവർ പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു വണ്ടിയുണ്ട്, അതുപോലെ ഒരു ബസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ നേരെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല, അത് അവിടെ നിൽക്കുന്നുണ്ട് വണ്ടികൾ. അതിൽ നമ്മളെ ചുറ്റിയിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരും കേട്ടോ. അതിന് 40 റിയാലും പിന്നെ ബസ്സാണ് കേട്ടോ. ബസ്സിന് നമുക്ക് കുറേ പേര് വരണം എന്നാലാണ് ബസ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മളെന്താ വിചാരിച്ചു, നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ, അപ്പോൾ നമ്മളെന്താ വിചാരിച്ചു എന്നാൽ പിന്നെ വണ്ടിയിൽ പോവാം. അപ്പോൾ അവർ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തന്നിട്ട് പിന്നെ നമുക്ക് ജസ്റ്റ് നടന്നിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ ഈ വണ്ടിയിൽ പോകുമ്പോൾ ഇടയിൽ നിർത്തമൊന്നും ചെയ്യില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ പതുക്കെ പോയിട്ട് എല്ലാവരും ഒന്ന് കാണിച്ചു തരും.
അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ കയറി കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിൽ കയറാൻ വേണ്ടി 40 റിയാലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇവർ കൊണ്ടുപോയിട്ട് നമ്മളെ എവിടെ നിർത്തുമോ ചോദിച്ചപ്പോൾ എവിടെ നിർത്തുമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എല്ലാവരും ഒന്ന് കാണിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എന്താണ് ഇത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നഷ്ടമായെന്ന് തോന്നി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നടന്ന് ഫോട്ടോ എടുക്കാനും കാണാനൊക്കെ തന്നെ ഉള്ളത്. പക്ഷെ ഞാൻ ഈ നല്ല വെയിലും കണ്ടു, പിന്നെ ഇത് എത്ര ദൂരം നടക്കണം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടിയിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വലിയൊരു ബസ്സും അവിടെ ഉണ്ട്. അപ്പോൾ കുറേ പേര് ആയിക്കഴിഞ്ഞാൽ അവർ ആ ബസ് എടുക്കും കേട്ടോ. അപ്പോൾ എന്താണ് കുറേ പേര് നടക്കുന്നുണ്ട്, കുറേ പേര് ഇതുപോലെ വണ്ടിയിൽ ഇങ്ങനെ കയറി പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഫാമും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ അത്തിപ്പഴം, ഓറഞ്ച്, ഗ്രേപ്സ് അതിൻ്റെയൊക്കെ ഫാമുകളുണ്ട്. അതുപോലെ കോഫി ടീ കുടിക്കാനുള്ള ഹോട്ടൽ, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പക്ഷെ കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഇതുപോലെ അവർക്ക് വണ്ടിയിൽ പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം നമുക്കിത് എവിടെയൊക്കെ കാണാനുണ്ട്, എവിടെ നിന്നാണ് നമുക്ക് അറിയില്ലല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നതൊന്നും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വണ്ടിയിൽ 40 റിയാൽ കൊടുത്തു അവർ ചുറ്റി നമ്മളെ കാണിച്ചു തരും കേട്ടോ. പിന്നെ നമുക്ക് ഒരു തവണ കറങ്ങി കാണിച്ചത് പിന്നെ നമുക്ക് നടന്നിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാനൊക്കെ നമുക്ക് മനസ്സിലാവും, ഇന്നവിടെ ഇന്നതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ഈ വണ്ടിയിൽ തന്നെ ഇവരെല്ലാവരും നമ്മളെ കൊണ്ടുപോയി കാണിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് ഇറക്കി കേട്ടോ. എവിടെ നിർത്തുമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറേ നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമുക്ക് മനസ്സിലായല്ലോ, അങ്ങനെ ഞങ്ങൾ ചെയ്തു കേട്ടോ. അപ്പോൾ കുറേ ഫാമിലിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇവിടെ വന്നിട്ട് ഫ്രീ ആയിട്ടൊക്കെ മൈൻഡൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരുടെയും കാണാൻ ഫുൾ പച്ചപ്പും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും എല്ലാ സൗകര്യവും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പലതരം ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, അതുപോലെ ചീരിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ എല്ലാവരും നല്ല നീറ്റാണ് കേട്ടോ. പുറത്ത് നല്ല വെയിലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഈ വെയിലൊക്കെ പോകും. അതിനുശേഷം നമുക്ക് ഇതൊക്കെ നടന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവർ നമ്മളെ അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കും. അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് നടന്നൊന്ന് കാണാം. ശരിക്കും ഫുള്ള് പച്ചപ്പാണ് കേട്ടോ, നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ ഫുള്ള് നല്ല ക്ലീനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ശരിക്കും ഫുള്ള് കുറേ ചെടികളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ നമുക്ക് മൈൻഡൊക്കെ ഫ്രീ ആണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ റിസോർട്ടിൽ വന്ന് ഇരുന്നാൽ മതി കേട്ടോ. അത്ര നല്ല അടിപൊളിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ കണ്ടോ ഫുള്ളും ചീര വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറേ അധികം ഫ്ലവേഴ്സാണ് കേട്ടോ. ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കൂടുതലും ഇവിടെ പച്ചപ്പാണ് കേട്ടോ. എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവർ നമ്മളിത് അവിടെ ഒരു കോഫി കുടിക്കാനുള്ള ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇറക്കൂട്ടത് അത് അവിടെയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കുടിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ നമ്മളിത് അവിടെയാണ് ഇറക്കി വിടുക കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇവിടെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഫോട്ടോസൊക്കെ എടുക്കാം, അതുപോലെ നടന്ന് കാണാം. കുറച്ചും കൂടി കഴിഞ്ഞ് ഈ വെയിലൊക്കെ ഒന്ന് കുറയും. അപ്പോൾ നമുക്ക് ഇങ്ങനെ നടന്ന് കാണാനും ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല അടിപൊളി വൈബായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ തന്നെ അറിയാമല്ലോ, ഇവിടെ എല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അതുപോലെ കാണാനും അടിപൊളിയാണ്, ഫുള്ളും പച്ചപ്പായിട്ട്. ഇപ്പോൾ ഞങ്ങൾ കാണുന്നില്ല ഒരു വീട് പോലെ, അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് നമുക്ക് കോഫി സ്നാക്സൊക്കെ കഴിക്കാം. പക്ഷേ അതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ.
അങ്ങനെ ചേട്ടൻ പറഞ്ഞു പിന്നെ കോഫി കുടിക്കുകയാണെങ്കിൽ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ബേക്കറി ടൗൺ എന്ന് എഴുതിയിട്ടില്ല, അപ്പോൾ അവിടെയാണ് നമ്മൾ കയറുന്നത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കോഫിയൊക്കെ വാങ്ങിയിട്ട് നമുക്ക് പുറത്തിരുന്നിട്ടോ അല്ലെങ്കിൽ ഇതിന് മുകളിലുണ്ട് കേട്ടോ, നമ്മൾ അവിടേക്കൊക്കെ കയറി നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ കയറി നിന്നിട്ട് നമുക്ക് കോഫിയൊക്കെ കുടിക്കാം. അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കോഫി കുടിക്കണമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പോൾ കുടിക്കണം, കുറേ കഴിഞ്ഞിട്ടൊന്ന് വെയിലൊക്കെ ഒന്ന് പോകുമ്പോൾ നമുക്ക് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം, അതിന് ശേഷം നമുക്ക് കോഫി കുടിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ അങ്ങനെ അധികം ഫാമിലി ആരും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ കഴിയുമ്പോഴായിരിക്കും ഇവിടെ എല്ലാവരും വരാൻ തുടങ്ങാം. നമ്മൾ നേരത്തെ വന്ന് നമുക്കിങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ നേരത്തെ വന്നത് കേട്ടോ. കാരണം ലേറ്റ് കമ്മിയാകുമ്പോഴേക്കും നമുക്ക് വീഡിയോസൊക്കെ എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ കഴിയുമ്പോഴായിരിക്കും ഇവിടെയൊക്കെ ഫുള്ളായിരിക്കും കേട്ടോ. കാരണം ഫാമിലി കുറേ പേര് വരും ആ ടൈമിലൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സൊക്കെ ഫ്രീ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ റിസോർട്ട് തന്നെയാണ് കേട്ടോ. ശരിക്കും ഇപ്പം വേറൊരു ഭംഗി, രാത്രിയാകുമ്പോൾ വേറെ ഡിഫറെൻറ്റ് ഭംഗിയായിരിക്കും കേട്ടോ. കാരണം രാത്രിയാകുമ്പോൾ ഇവിടെ ഫുൾ ലേറ്റായിട്ട് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചത് പിന്നെ കുറച്ച് ലേറ്റ് പോകുമ്പോഴേക്കും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് കേട്ടോ. അത് പിന്നെ നമുക്ക് എന്നും മെയിൻ ആണല്ലോ. അപ്പോൾ ഞാനിതാ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുക്കാനുള്ള ഷോയൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേയധികം വെറൈറ്റി ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് എന്തായാലും പോയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി നിങ്ങൾക്ക് അറിയാം, ഞാനതിൽ ഡെയിലി സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യണേ. അങ്ങനെ നമ്മളിതാ കോഫി ഷോപ്പിന് മേലെ കയറിയിട്ട് അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കോഫി കുടിക്കാം, ഇവിടെ നമുക്ക് ഇരിക്കാം കേട്ടോ. ഇവിടെ നല്ല എന്താ പറയുക, നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ കണ്ടോ ഫുള്ളും പച്ചപ്പാണ്, എവിടെ പോയാലും ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു ഭംഗിയാണ് കേട്ടോ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതാണ് നമ്മുടെ താഴെയുള്ളൊരു മൊത്തത്തിലൊരു ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മൊത്തമായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
കേട്ടോ. അതിനുശേഷം നമ്മൾ താഴോട്ട് ഇറങ്ങി. ഇനി നമുക്കിവിടെ കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ വന്നത് എന്തായാലും നന്നായിട്ടോ, കാരണം നമുക്കിങ്ങനെ വ്ളോഗൊക്കെ എടുക്കണമെങ്കിൽ കുറേ പേരാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ കുഴപ്പമില്ല, കാരണം എല്ലാവരും വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കൊരു വിധം എല്ലാവരും ഒന്ന് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ നടന്നതിന് മൊത്തമായിട്ടൊന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ നടന്ന് കാണാനുണ്ടെന്ന് തോന്നുന്നത്, നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ ഫാം ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് അതൊക്കെ നോക്കാം. അതായത് ഗ്രേപ്സിൻ്റെ, അത്തിപ്പഴം, അതുപോലെ സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, അതിൻ്റെയൊക്കെ ഫാമുകളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പക്ഷെ നമ്മൾ അതിൽ കയറിയിട്ട് നമുക്ക് വലിക്കാം. പക്ഷെ നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേണം കയറണമെങ്കിൽ. പിന്നെ അവിടെ ഗ്രേപ്സ് ഒന്നും ഇപ്പോൾ ആയിട്ടില്ല എന്ന് തോന്നുന്നു, ആയിട്ടില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഗ്രേപ്സ് അതുപോലെ സ്ട്രോബെറി ഒന്നും ആയിട്ടില്ല, അതിൻ്റെ സീസൺ ആവുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ബ്ലാക്ക്ബെറീൻ്റെ ഒക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ നമുക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ കുറേ ഫാമിലീസൊക്കെ വരാൻ തുടങ്ങിയിട്ടോ. കാരണം ഒരുവിധം ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഫുൾ തിരക്ക് തന്നെയായിരിക്കും. കാരണം ആ ടൈമിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ല സുഖമുണ്ട്, നമുക്ക് മനസ്സ് ഫ്രീ ആയിട്ട് ഇരിക്കാം. പിന്നെ ഇവിടെ കണ്ടത് കുറേയധികം ചീരകളാണ് കേട്ടോ. അതുപോലെ തന്നെ പലതരം ഫ്ലവേഴ്സാണ്. അതിൻ്റെ അടിയിലൂടെയൊക്കെ നടക്കാൻ ഭയങ്കര എന്താ പറയുക, നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് മനസ്സ് ഫ്രീ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി റിസോർട്ട് തന്നെയാണ്. എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു.
കുറച്ച് നടന്നിട്ട് എല്ലാവരുടെയും കണ്ടു കേട്ടോ. ശരിക്കും പറഞ്ഞ് നടക്കാനാണ് കേട്ടോ നല്ല സുഖം, നല്ലൊരു വൈബാണ്. അതുപോലെ തന്നെ വെയിലും കുറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ സംസാരിച്ച് നടക്കുന്നുണ്ട്. നമുക്കൊരു ക്ഷീണമൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബ്ലാക്ക് ബെറിൻ്റെ ഒരു ഫാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്ട്രോബെറിൻ്റെ ഫാമിലൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നും ഇല്ല. അപ്പോൾ ബ്ലാക്ക് ബെറിൻ്റെ ഫാം ഉണ്ട്. അപ്പോൾ ആ ഒരു സീസണാണ് കേട്ടോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ച് കുറേ നടന്നു. പോകുന്ന വഴിയിലാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. അതായത് മൊത്തം ഫ്ലവേഴ്സ് കൊണ്ട് ഊഞ്ഞാൽ സെറ്റാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ വേഗം പോയിട്ട് കയറിയിരുന്ന് കുറേ ഊഞ്ഞാലാടി. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് എണീക്കാനേ തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറേ അധികം അടിപൊളി ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണത്തിൽ എന്തായാലും പോയിട്ട് കാണാം കേട്ടോ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ഞാൻ കുറേ നേരം നടന്നപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് കണ്ടു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോൾ ചേട്ടൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ കണ്ട സ്ട്രോബെറിൻ്റെ പിക്ചറൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ സ്ട്രോബെറിയുടെ ഫാം. പക്ഷേ അവിടെ ചേട്ടൻ പോയി നോക്കിയപ്പോൾ അവിടെ സ്ട്രോബെറി ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അവിടെ അടച്ചിരിക്കുകയാണ്. കാരണം സ്ട്രോബെറിൻ്റെ സീസൺ ആയിട്ടില്ല, ആയി കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ആക്കുള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടൻ പോയിട്ട് തുറന്ന് നോക്കിയപ്പോൾ അവിടെ സ്ട്രോബെറിയൊക്കെ ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ആരും കയറ്റില്ല കേട്ടോ ഉള്ളിലേക്ക്. പിന്നെ അതിൻ്റെ മുകളിൽ തന്നെ ബ്ലാക്ക് ബെറിൻ്റെ ഉണ്ട്. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. അവിടെയൊക്കെ പോയി നിൽക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ എന്തായാലും പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ബ്ലാക്ക് ബെറിയുടെ ഫാമിലേക്ക് കയറുമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ സീസണാണ് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് എന്തായാലും അതെങ്കിലും അതിനുള്ളിലെങ്കിലും കയറി കാണണമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇതാക്കണ്ടോ ബ്ലാക്ക് ബെറിൻ്റെ. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഫാം. അപ്പോൾ ഞങ്ങൾ അവിടെ ചോദിച്ചു ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ഇത് മാത്രമേ തന്നെ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഗ്രേപ്സിൻ്റെ സ്ട്രോബെറിൻ്റെ ഒക്കെ സീസൺ ആവുന്നതേ ഉള്ളൂ പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഓരോ ഫാമും, അതായത് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഓരോ ഫാമൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് നല്ല നീറ്റായിട്ട് അവർ വെച്ചിരിക്കുന്നത് കേട്ടോ. കാണാൻ നല്ല അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ബ്ലാക്ക് ബെറി ആണെങ്കിൽ ബ്ലാക്ക് ബെറി നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പ്ലാൻ ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ പോയി ചോദിച്ചു. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമുക്ക് 20 റിയാൽ അങ്ങനെ കൊടുക്കണം. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അവരൊരു ബോക്സ് തരും. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കതൊന്ന് വലിച്ചിട്ട് ആ ബോക്സിൽ ഇടാം കേട്ടോ. ആ ബോക്സിൽ എത്രയാണെന്ന് അറിയണം, അതിനനുസരിച്ച് നമുക്ക് നിറച്ചിട്ട് വലിക്കാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലിക്കാം. ആ ബോക്സിൻ്റെ കണക്ക് ആ ഒരു ബോക്സ് ഫുള്ളായിട്ട് വലിക്കാം കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ഒന്നും വലിക്കാൻ പറ്റില്ല. ആ ബോക്സ് ഫുള്ളായിട്ട് വലിക്കാം. അതിന് 20 റിയാലാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളും കയറാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇറങ്ങിക്കണ്ട് നമുക്ക് കയറാമെന്നുള്ള പ്ലാനിങ് ആണ് കേട്ടോ. അവിടെ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ചേട്ടൻ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഏട്ടൻ ചോദിച്ചു എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ അവർ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വലിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനാണ് തോന്നുന്നു അവർ 20 റിയാൽ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ 20 റിയാലാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വലിക്കാൻ വേണ്ടിയിട്ട് അവർ 2 ബോക്സ് തരും കേട്ടോ. ഇപ്പോൾ കാണിച്ചു തന്നിട്ട് ഇതൊക്കെ ഉണ്ടാവും. ആ ചേട്ടൻ കാണിച്ചു തരുന്നുണ്ട്. ആ ബോക്സിൽ 2 എണ്ണം തരും നമുക്ക് 2 ആൾക്ക്. അപ്പോൾ നമുക്ക് അത് നിറയണ വരെ നമുക്ക് വലിക്കാം കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അങ്ങനെ ചേട്ടൻ ആ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫാമിലിയൊക്കെ 2-3 ഫാമിലിയൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അവർ ഇറങ്ങിയിട്ടാണ് നമ്മളെ കയറ്റുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അത് വലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്ലാക്ക് ബെറി ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നിറയെ നാട്ടിലൊക്കെ നല്ല വിലയാണ് ബ്ലാക്ക് ബെറിക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് വലിക്കാം കേട്ടോ ഉള്ളിൽ കയറിയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ചോദിച്ചു കേട്ടോ വേറെ ഏതെങ്കിലും ഫാം ഉണ്ടോ ഇതുപോലെ അപ്പോൾ വേറെ ഉണ്ട്, പക്ഷേ അതിൻ്റെ സീസൺ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഏത് ഫാമിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ നമ്മൾ റേറ്റ് കൊടുക്കണം കേട്ടോ. പൈസ കൊടുത്തിട്ട് നമ്മളതിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലിക്കാം കേട്ടോ. അങ്ങനെയാണ്.
ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ഫാമിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാവരും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് കേട്ടോ. അതൊന്നും നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം എല്ലാവരും കാണാൻ വേണ്ടി നല്ല നീറ്റായിട്ടൊക്കെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഏട്ടൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 2-3 ഫാമിലി ഉണ്ട് തോന്നുന്നു. അപ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വലിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഒരു 2 ഗ്ലൗസ് വന്നു കേട്ടോ കയ്യിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേട്ടനും എനിക്കും കൂട്ടാണ് 2 ഗ്ലൗസ് തന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ വലിക്കുന്നില്ല, നീ തന്നെ വലിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ ശരി എന്നാൽ ഞാൻ തന്നെ വലിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 ബോക്സ് ഉണ്ട് രണ്ടാൾക്ക് വലിക്കാൻ. അപ്പോൾ ഞാൻ 2 ബോക്സ് ഞാൻ തന്നെ വലിക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ഗ്ലൗസ് ഞാൻ തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കറക്റ്റ് ആ ഒരു ബോക്സ് എന്ന് അറിയുന്നവരെ നമുക്ക് വലിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് വലിക്കാൻ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, പുറത്തും ആൾ നിൽക്കുന്നുണ്ട് കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് എവിടെ നിന്ന് വലിക്കണം എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. കാരണം ഇഷ്ടംപോലെ ബ്ലാക്ക്ബെറി ഉണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. കണ്ടാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ നമുക്ക് എന്തായാലും വലിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അയ്യോ നല്ല രസം പറഞ്ഞാൽ നല്ല രസം. നമുക്ക് വലിക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ ഇങ്ങനെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കഴിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. പക്ഷെ ഞാൻ കഴിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ ഫുള്ള് ബോക്സ് 2 ബോക്സ് ഞാൻ നിറയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ആവാറായിട്ടോ. കണ്ടോ അയ്യോ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. കാരണം ഇതൊറ്റടിക്ക് തന്നെ കഴിച്ചു കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ട്. കാരണം അത്രയും ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ അതിൽ ബ്ലാക്ക്ബെറി ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ കുറേ എത്ര പേർക്ക് കയറിയാലും വലിക്കാൻ പറ്റുന്നത് അത്രയും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എന്തായാലും നമുക്കിനിപ്പോൾ 2 ബോക്സ് കംപ്ലീറ്റ് ആവണം. അപ്പോൾ ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് വേണം വേറൊരു ബോക്സും കൂടി വലിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞാനെടുത്ത ഒരു ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചു കേട്ടോ. പിന്നെ എനിക്കിത് എങ്ങനത്തെ വലിക്കണം ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ വലുതാണ് കേട്ടോ നല്ല മധുരം. ചെറുതിനേക്കാളും വലുതാണ് മധുരം. ശരിക്കും കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു ബോക്സ് കംപ്ലീറ്റ് ആയി വലിച്ചു. ഇനി ഒരു ബോക്സും കൂടി വലിക്കാനുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ചേട്ടനോട് വലിച്ചോളൂ എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ചേട്ടൻ അങ്ങനെ വലിയ ഇങ്ങനത്തെ ആഗ്രഹമൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ കാണണം അങ്ങനെയുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. അപ്പം ഞാനിതാ ഒരു പെട്ടി കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ബോക്സും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് പുറത്തിറങ്ങാം. എന്നിട്ട് കാണാം കേട്ടോ. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ അടുത്ത ബോക്സും കൂടി കംപ്ലീറ്റ് ആയിട്ട് വലിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അടയ്ക്കാൻ പറ്റില്ല. അടയ്ക്കാൻ നന്നായി പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ബോക്സും കംപ്ലീറ്റ് ആയിട്ട് വലിച്ചു കേട്ടോ. അതിനുശേഷം അവർ കവറൊക്കെ നമുക്ക് തന്നു. അപ്പോൾ നമ്മൾ അതിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും കാണാനുണ്ടെങ്കിൽ അവിടെയും കൂടി കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ അവരോട് ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ ഈ മണപ്പിച്ച് നടക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ. നമ്മൾ ബ്ലാക്ക്ബെറി വലിക്കാൻ പോയപ്പോൾ അവിടെ ഈ കൃഷ്ണ തുളസിയാണോ കൃഷ്ണ തുളസി തോന്നുന്നു കേട്ടോ ആ ഒരു മണം. അപ്പോൾ ആ തുളസി കണ്ടപ്പോൾ ചേട്ടൻ വലിച്ചിട്ട് കൈ വെച്ചതാണ് കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ മണപ്പിച്ചിട്ട് ആൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ വന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ താഴെയാണ് ഈ നമ്മുടെ ഗ്രേപ്സിൻ്റെ ഫാം കേട്ടോ. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ ആരും കയറ്റില്ല കേട്ടോ. അവിടെ ഒന്നും ആയിട്ടില്ല അതിൻ്റെ സീസൺ. അതുകൊണ്ട് പിന്നെ ഇത് നിറയെ പപ്പായ അങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിൽക്കുമ്പോൾ നമുക്കൊരു വിലയില്ല. പക്ഷെ അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് വലിച്ച് കഴിക്കാൻ തോന്നും കേട്ടോ. എല്ലാത്തിനും നന്നായിട്ട് കുറേ എണ്ണം ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. നമുക്കതുകൊണ്ട് നടക്കുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. അതുപോലെ തന്നെ നല്ല കാറ്റും തണുപ്പും തുടങ്ങി കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഈ ഒരു വെയിലൊക്കെ ഒന്ന് കുറയുമ്പോൾ നല്ല തണുപ്പായിരിക്കും.
ഞാനിപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ ചേട്ടനോട് പറയുന്നുണ്ട് കേട്ടോ. അത് എന്തൊക്കെയോ പറയണമെന്നൊരു ഓർമ്മയില്ല, എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അടിപൊളി വൈബാണ് കേട്ടോ. ഈ ഒരു റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും സൂപ്പറാണ്. ശരിക്കും പപ്പായ കാണുമ്പോൾ ഇങ്ങനെ കൊതിയാവുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. भैया वो कब खोलेगा वो ऐसा चलने वाला इधर आदमी नहीं है आज अच्छा कब नॉर्मल फ्राइडे खोलता है എന്താ പറഞ്ഞത്? हाँ അങ്ങനെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ നേരെ കോഫി ഇത്ര നേരം നമുക്ക് കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കോഫി കുടിക്കാൻ പോകുന്നു വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടേക്കാണ് നമ്മൾ കോഫി കുടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ നമുക്കിവിടെ കാണാൻ വേണ്ടി, അവിടെ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ നമ്മളിത് ആ കോഫി കുടിക്കാൻ പോകുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. അതിൻ്റെ ഒരു ചേട്ടൻ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ അത്തിപ്പഴം നല്ല വലിയ അത്തിപ്പഴം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളത് വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ ആ ഒരു ബോക്സ് ആയിട്ടാണ് അവർ കൊടുക്കുള്ളൂ കേട്ടോ. അത് നിറയെ ഉണ്ട്. അത് പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെ കേട് വരും, കാരണം നന്നായി പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ അത് വാങ്ങിയില്ല. പിന്നെ ഈ പച്ച സംഭവം ഒരു ചേട്ടൻ വന്ന് വാങ്ങിയതാണ്, പക്ഷെ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ആപ്പിൾ പോലത്തെ ഒരു സംഭവമാണെന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഞങ്ങളതൊന്നും വാങ്ങിയില്ല. ജസ്റ്റ് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടി പോയി കേട്ടോ. നമ്മളിവിടെ ഫസ്റ്റ് വന്നില്ല, ആ ഒരു കോഫി ഷോപ്പിലെല്ലാം എത്തി കേട്ടോ. അപ്പോഴേക്കും ഇവിടെ കുറേ ഫാമിലീസൊക്കെ വരാൻ തുടങ്ങി. ഇനി ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടൻ 2 കാപ്പിച്ചിനോ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചേട്ടൻ പറഞ്ഞു എന്തെങ്കിലും സ്നാക്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്നാക്സ് നോക്കാൻ വേണ്ടി പോയതാണ്, പക്ഷേ എല്ലാം സൗദി ഫുഡാണ് കേട്ടോ. അപ്പോൾ എനിക്കാണിത് മൊത്തം മധുരമുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് മധുരമുള്ളത് വലിയ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എരിവുള്ള ഐറ്റംസൊക്കെയാണ് പിന്നെ ഞാൻ വാങ്ങുമായിരുന്നു, പക്ഷെ അത് മൊത്തം മധുരമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ അത് വേണ്ട വിചാരിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ 2 കാപ്പിച്ചിനോ ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ അത് നമ്മൾ തരാൻ വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആയിരുന്നു. കണ്ടോ, എല്ലാം മധുരമുള്ള ഐറ്റംസാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ഓർഡർ ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. വേറെ എന്തെല്ലാം ചേട്ടൻ ഇങ്ങനെ പറയുമായിരുന്നു, നല്ല വൈബുണ്ട്, അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ വല്ല ബിസിനസ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വന്ന് ഇരിക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടൈം ആകുമ്പോഴേക്കും കുറേ ഫാമിലീസൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോഴേക്കും ഒരു നല്ല തിരക്കായിരിക്കും. കാരണം കണ്ടോ, കുറേ ഫാമിലീസൊക്കെ വന്ന് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഇറങ്ങി കേട്ടോ. നല്ല കാറ്റും നല്ല തണുപ്പുമായിട്ടോ. ഞങ്ങളാണെങ്കിൽ കോട്ട് വണ്ടിയിലും വെച്ചു, അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല തണുത്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഉണ്ടാവും ലൈറ്റൊക്കെ എല്ലാവരും ഇടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശരിക്കും കുറച്ചും കൂടി ഒന്ന് രാത്രിയായിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ തണുത്തിട്ടൊരു രക്ഷയില്ല അവിടെ നിൽക്കാൻ കേട്ടോ. പിന്നെ ഇനി വീണ്ടും വണ്ടിയിൽ പോയിട്ട് കോട്ടൊക്കെ എടുത്ത് വീണ്ടും വരണ്ടേന്ന് മടിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അവിടുന്ന്.
അപ്പോൾ അവരിതാ രാത്രി ആന്തോറും എല്ലാവരും ലൈറ്റ് ഇടാൻ തുടങ്ങി കേട്ടോ. രാത്രി വേറൊരു ഭംഗി കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയാണ് കേട്ടോ രാത്രി. അപ്പം നമ്മൾ ഒരുപാട് നേരം നിന്നില്ല കേട്ടോ, ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കാരണം നമ്മൾ നേരത്തെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തിയതാണ് കേട്ടോ. സംഭവം 7 മണിയൊക്കെ ആവാറായി. കണ്ടോ നല്ല അടിപൊളിയായിട്ട് രാത്രി അപ്പോൾ ഫുൾ അവർ ലൈറ്റൊക്കെ ഇട്ടിട്ട് വേറൊരു ഭംഗി, പകൽ വേറൊരു ഭംഗി, അങ്ങനെ ആയിരുന്നു ഈ ഒരു റിസോർട്ട്. എന്തായാലും നല്ലൊരു അടിപൊളി റിസോർട്ട് തന്നെയാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ റിസോർട്ട് തന്നെയാണ് കേട്ടോ, എൻജോയ് ചെയ്യാൻ പറ്റിയ റിസോർട്ട് തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ കളിക്കാനുള്ള ഏരിയ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് നൈറ്റായിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അവിടെ നല്ല തണുപ്പ് കേട്ടോ, എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്, നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കാറ്റും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പോകാമെന്ന് വിചാരിച്ചു, കാരണം നമ്മൾ നേരത്തെ വന്നതല്ലേ. അതുപോലെ തന്നെ നല്ല സ്ഥലമായിട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇതൊക്കെ, അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല കാണാൻ. അപ്പോൾ എന്തായാലും അബേഹിനുള്ളൊരു ആരെങ്കിലുമൊക്കെ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇനി നമ്മൾ വേറെ എവിടേക്കും പോകുന്നില്ല, നേരെ റൂമിൽ പോവുകയാണ്. റൂമിൽ പോവുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നേരെ നമ്മൾ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യണം കേട്ടോ, കാരണം ഒരുപാട് ലെങ്ത്തായി വീഡിയോ ഇപ്പോൾ തന്നെ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണേ. കണ്ടിട്ട് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണേ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരേക്കും ബൈ.